കുട്ടി മരിച്ചു പോട്ടെ എന്ന് കമന്റ് ഇട്ട ഒരുത്തനുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ അത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മേയും കൂടി കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്ത് ഇന്ന് അവനെ കിട്ടി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് ഈ കമന്റ് ഇട്ടേക്കുന്നത്. 10ാം ആലോചിച്ചു. ഇതാണ് ഇപ്പൊ ഉള്ള എല്ലാം ഇങ്ങനെയാണ്. ഇപ്പൊ പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കമന്റ് ഇടുന്നവരൊക്കെ ചെറുപ്പക്കാരായിരിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ചുമ്മാ കുത്തിയിരിക്കുന്നവരായിരിക്കും. എന്തെല്ലാം വെക്കാ പറയണേന്നാണ് ഇവന്മാര്. പല പേരൻസും മൊബൈൽ കൊടുക്കുമ്പം എല്ലാം നോക്കണം. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അവൻ പറഞ്ഞ 10ാം ക്ലാസ്സിലുള്ള കൊച്ചു ചെറുക്കന്മാരാണ് ഈ കൊച്ചു മൈലുകളാണ് കാണിക്കുന്ന വേലത്തനകള്. മനസ്സിലായില്ലേ? അത് തലയ്ക്കൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അവൻ ഇട്ട കമന്റ് വ്യക്തമാണ്. അതിന്റെ താഴെ റിപ്ലൈ ചെയ്തവരുടെ ഒരു പെൺകുട്ടി എന്തോ നിനക്ക് വീട്ടിലെ അമ്മ അങ്ങനെ ആരും ഇല്ലെന്ന് ചോദിച്ചതിന് അവൻ വൃത്തികെട്ട രീതിയിലെ കമന്റ് ഇട്ട ഒരുത്തനാണ് അവൻ. മനസ്സിലായില്ലേ? അവന് ഒരു കുഴപ്പമില്ല. ഈ കൊച്ചു ചെറുക്കന്മാരിങ്ങനെ കാണിക്കുന്നതിലൂടെ അവന്റെയൊക്കെ പേരൻസ് ഉണ്ടല്ലോ, അച്ഛനും അമ്മയും വന്ന സ്റ്റേഷനിൽ തലകുമ്പിട്ട് നിൽക്കേണ്ട കൂട്ടുന്നതാണ്. ഈ കൊറോണ ടൈമൊക്കെ വന്നപ്പോ തന്നെ എല്ലാവരും ഫോൺ വാങ്ങിച്ചങ്ങ് കൈ കൊടുത്തേക്കാം. ഇവര് എന്തിനാ യൂസ് ചെയ്യണേന്ന് വീട്ടുകാർ തന്നെ അത് നോക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ കൊച്ചു ചെറുക്കന്മാരാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തെല്ലാം ബാഡ് കമന്റ്സ് ആണെന്ന് അറിയോ അവരിടുന്നത്, എന്തെല്ലാം രീതിയിലാണെന്നറിയോ. നമ്മളിത് എന്തേലും പറഞ്ഞ് അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് കൊച്ചു ചെറുക്കന്മാരായിരിക്കും ഈ കമന്റ് ഒക്കെ ഇടുന്നിരുന്നു. കാലം പോയ പോക്കെ എന്തോരം ബാഡ് കമന്റ്സ് ഇവര് പറയുന്നത്. ഒരു കുഴപ്പമില്ലാത്ത അവന്മാരൊക്കെയാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഇങ്ങനെ തോന്നുന്ന ഇവന്മാർക്കൊക്കെ ഇങ്ങനെ പറയാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർക്ക് എന്തോ കിട്ടാൻ പോവാ. വീട്ടുകാരെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നടന്നു പോണ കാര്യങ്ങളാണ്. ഇപ്പൊ പെണ്ണുങ്ങളായാലും ആണുങ്ങൾ വീഡിയോ ചെയ്താലും അതിന്റെ അടിയിലിടുന്ന കമന്റ്സ് ഒക്കെ കാണണം. എന്തോരം വൃത്തികേടാണെന്നറിയോ. നമുക്ക് തന്നെ വായിക്കുമ്പോൾ തന്നെ ഒരുമാതിരി. അത് പറയുന്ന കേട്ടിട്ട് കമന്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും അതിന് മറുപടി പറയാനും നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇവര് കൈയടിച്ച് കൊടുക്കുമല്ലേ, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമാവുന്നത്. എന്നിട്ട് നമ്മളെല്ലാം കേസ് കൊടുക്കുമ്പോഴായിരിക്കും തെളിയുന്നത് ആരാണ് എന്താണ്, ഇത്ര പഠിക്കുന്നതാണ് എന്തോരാണ്. അപ്പൊ വലിയവരെന്നില്ല ചെറിയവരെന്നില്ല, എല്ലാം കണക്ക് തന്നെയാണ്. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ചൊറിച്ചിൽ കൂടുതൽ. അതൊക്കെ ബോധം വരുന്ന സമയത്ത് കാണിക്കാൻ പറ്റുന്ന അത്രയും വൃത്തികെട്ട കാര്യങ്ങൾ കാണിച്ചു കൂട്ടും. പിന്നെ എന്തെങ്കിലും പ്രശ്നമായിക്കാൻ നിന്നെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ എന്താണ് കാണിച്ചു കൂട്ടണം എന്നൊരു ബോധം വേണം. മറ്റുള്ളവർക്ക് എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് ഒരു ബോധമായിട്ടൊക്കെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ പറ്റും. അപ്പം വീട്ടുകാർ കുറച്ച് നോക്കി കണ്ടൊക്കെ ശ്രദ്ധിക്കാം. കൊച്ചു പിള്ളേരയിലൊക്കെ മൊബൈലും ഫോണൊക്കെ കൊടുക്കുമ്പോൾ.